Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മെഴ്സിഡസിന്റെ E53 ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നുള്ള സർവീസിനും അതേമാതിരി തന്നെ ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിന്റെ സർവീസ് ഡ്യൂവും അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ ഏതാണ്, ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പല മോഡൽ വാഹനങ്ങളുടെയും പുറകിൽ നിങ്ങൾക്ക് പല സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ചില വാഹനങ്ങളുടെ നമുക്ക് ഇതേമാതിരി തന്നെ E53 എന്ന് കാണാം, ചില വാഹനങ്ങൾ C63 എന്ന് കാണാം, അതേമാതിരി തന്നെ E63 എന്ന് കാണാം. അങ്ങനെയൊക്കെ ലോഗോ കാണാൻ സാധിക്കും. എന്നാൽ ഈ മെഴ്സിഡസിൽ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന E53 എന്ന് പറയുന്നത് ഈ സീരീസ് എന്നുള്ളത് ഈ സീരീസ് തന്നെയാണ്. എന്നാൽ 53 എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് 5300 cc എഞ്ചിനാണോ ഈ വാഹനത്തിലുള്ളത്. ആക്ച്വലി എന്ന് പറയുന്നതിൽ 5300 cc എഞ്ചിനൊന്നുമില്ല. ഈ ഒരു വാഹനത്തിൽ 2999 cc 6 സിലിണ്ടർ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൽ എഞ്ചിൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൽ സർവീസ് ഡ്യൂ എവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതേമാതിരി തന്നെ എവിടെയാണ് ഇതിൻ്റെ ഡ്യൂ വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷനുകൾ കാണാം, കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഇങ്ങനെ കോർണറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് പോയി സ്ക്രോൾ ചെയ്ത് വീണ്ടും പോയി കഴിഞ്ഞാൽ അസിസ്റ്റ് പ്ലസ് കാണാം. അസിസ്റ്റ് പ്ലസ്സിലാണ് നമ്മുടെ സർവീസ് ഡ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ വാഹനത്തിൽ സർവീസ് ഡ്യൂ ആണുള്ളത്. അപ്പോൾ നമ്മൾ സർവീസ് റീസെറ്റ് ഒന്നും ചെയ്തില്ല, സർവീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ സ്റ്റാർട്ടർ മോട്ടറോ ഓൾട്ടർനേറ്ററോ അതേമാതിരി തന്നെ AC കംപ്രസറിൻ്റെ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിലും ഇത് ISG എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. അതേമാതിരി തന്നെ വലിയൊരു ടർബോ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. ഇതിൽ കൊടുത്തിരിക്കുന്ന AC കംപ്രസർ ആണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ AC കംപ്രസർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ബെൽറ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ഞാൻ പറഞ്ഞു ISG ആണ് കൊടുത്തിരിക്കുന്നത്. ISG എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ സ്റ്റാർട്ടറും ഓൾട്ടർനേറ്ററും എല്ലാം തന്നെ ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സിനകത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെ തന്നെ ബെൽറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.